Question. Let G be a finite abelian group and A be element of G with order of A equal to M, order of B equal to N. Which of the following are necessarily true? Order of AB equal to Mn equal to LCM of Mn. There is an element of G where order is LCM of Mn. Order of AB equal to GCD of Mn. G ഒരു ഫൈനൈറ്റ് അബിലിയൻ ഗ്രൂപ്പാണ്. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ എടുത്ത് ചെയ്യാം. ക്ലെയിൻ ഫോർ ഗ്രൂപ്പ് കൺസിഡർ ചെയ്താൽ മതി. ക്ലെയിൻ ഫോർ ഗ്രൂപ്പ് എന്താ? K4 ഈക്വൽ ടു K4ലെ എലമെൻറ്റ്സ് E, A, B, C ആണ്. ഐഡൻറ്റിറ്റി ഒഴികെ ബാക്കി എല്ലാ എലമെൻറ്റിൻ്റെ ഓർഡർ 2 ആയിരിക്കും. എ സ്ക്വയർ എന്താ? E ആണ്. എയുടെ ഓർഡർ 2 ആണെന്ന് പറഞ്ഞാൽ A⁻2 എടുക്കുമ്പോൾ ഐഡൻറ്റിറ്റി കിട്ടും. ഓർഡർ ഓഫ് A 2 ആണ്, ഓർഡർ ഓഫ് B 2 ആണ്, ഓർഡർ ഓഫ് C 2 ആണ്. ഓർഡർ ഓഫ് E ഐഡൻറ്റിറ്റിയുടെ ഓർഡർ എന്താണ്? 1 ആണ്. E ഈക്വൽ ടു E. എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ E ആണ്, B സ്ക്വയർ E ആണ്, C സ്ക്വയർ E ആണ്. അപ്പോൾ ബിയുടെ ഓർഡർ 2, സിയുടെ ഓർഡർ 2, എയുടെ ഓർഡർ 2. ക്ലെയിൻ ഫോർ ഗ്രൂപ്പ് ഒരു അബിലിയൻ ഗ്രൂപ്പാണ്, ബട്ട് നോട്ട് സൈക്ലിക്. K4 ഈസ് അബിലിയൻ ബട്ട് നോട്ട് സൈക്ലിക്. ഇനി നമുക്ക് ഓരോന്നെടുത്ത് ചെക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് കണ്ടീഷൻ ഓർഡർ ഓഫ് എ ബി ഈക്വൽ ടു എം എന്നായിരുന്നു. ഓർഡർ ഓഫ് എ ബി എ ഈക്വൽ ടു ബി ആണെങ്കിൽ എന്ത് വരും? ഓർഡർ ഓഫ് എ ഈക്വൽ ടു ബി. ഓർഡർ ഓഫ് എ ബി ഈക്വൽ ടു ഓർഡർ ഓഫ് എ സ്ക്വയർ ഈക്വൽ ടു ഓർഡർ ഓഫ് ഇ ഈക്വൽ ടു 1. ഇനി എ നോട്ട് ഈക്വൽ ടു ബി ആണെങ്കിലോ ഓർഡർ ഓഫ് എ ബി ഈക്വൽ ടു ഓർഡർ ഓഫ് എനി അതർ എലമെൻറ്റ് വരും അല്ലേ? ഓർഡർ ഓഫ് സി ഈക്വൽ ടു 2. അപ്പോൾ ഓർഡർ ഓഫ് എ ബി എന്ന് പറയുന്ന എം എൻ, ഓർഡർ ഓഫ് എ ആണ് എം, ഓർഡർ ഓഫ് ബി ആണ് എൻ. ഓർഡർ ഓഫ് എയുടെ ഓർഡർ എന്താ? 2 ആണ്. ഓർഡർ ഓഫ് ബിയുടെ ഓർഡറും 2 ആണ്. എം എൻ എന്ത് വരും? 2 × 2 4 വരും. പക്ഷെ നമുക്ക് കിട്ടിയത് എന്താ? ഓർഡർ ഓഫ് എ ബി ഈക്വൽ ടു 2 ആണ് കിട്ടിയത്. ഓർഡർ ഓഫ് എ ബി നോട്ട് ഈക്വൽ ടു എം എൻ. Therefore, we can remove option A. Then അടുത്തത് ചെക്ക് ചെയ്ത് നോക്കാം. ഓർഡർ ഓഫ് എ ബി ഈക്വൽ ടു LCM ഓഫ് എം എൻ. ഓർഡർ ഓഫ് എ ബി ഈ ഫസ്റ്റ് കണ്ടീഷൻ എടുത്താൽ പോരെ. ഓർഡർ ഓഫ് എ ബി എ ഈക്വൽ ടു ബി ആണെങ്കിൽ എന്ത് വരും? ഓർഡർ ഓഫ് എ സ്ക്വയർ. എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിറ്റി ആണ്. ഓർഡർ ഓഫ് ഐഡൻറ്റിറ്റി 1 ആണ്. 1 നോട്ട് ഈക്വൽ ടു LCM ഓഫ് 2 2. LCM ഓഫ് 2 2 എന്താ? 2 ആണ്, 1 അല്ല. അപ്പോൾ ബിയും നമുക്ക് റിമൂവ് ചെയ്യാം. ഡി പാർട്ട് നോക്കിയേ, അത് GCD ഓഫ് എം എൻ. 1 ഈക്വൽ ടു GCD ഓഫ് 2 2 ആണോ? അല്ല. ഓർഡർ ഓഫ് എ ബി ഈക്വൽ ടു ഓർഡർ ഓഫ് എ സ്ക്വയർ ഈക്വൽ ടു 1 നോട്ട് ഈക്വൽ ടു GCD ഓഫ് 2 2. ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ ഏതാ? 2 ആണ്. അപ്പം ഡി നമുക്ക് റിമൂവ് ചെയ്യാം. പിന്നെ ഉള്ളത് ഏതാ? പിന്നെ ഉള്ളത് ഓപ്ഷൻ സി. അതുകൊണ്ട് ഓപ്ഷൻ സി ആയിരിക്കും. ഓപ്ഷൻ സി എന്താ? ദർ ഈസ് ആൻ എലമെന്റ് ഓഫ് ജി വേർ ഓർഡർ ഈസ് LCM ഓഫ് എം എൻ. ഓർഡർ ഓഫ് എ 2 ആണ്. ഓർഡർ ഓഫ് ബി എന്താ? 2 ആണ്. LCM ഓഫ് 2 2. LCM ഓഫ് ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ഓഫ് 2 2 എന്താ? 2 ആണ്. 2 ഓർഡറുള്ള എലമെന്റ് ഉണ്ടോ? ഓർഡർ ഓഫ് എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട് അല്ലേ? ഓർഡർ ഓഫ് എ 2 ആണ്, ഓർഡർ ഓഫ് ബി 2 ആണ്. LCM ഓഫ് 2 2 എന്ന് പറഞ്ഞാൽ എന്ത് വരും? 2 വരും. 2 ഉള്ള എലമെന്റ്സ് ഉണ്ട്. Therefore, there is an element of G where order is LCM of Mn. Option C. Then next one. Let G be a group with order of G equal to 96. Suppose H and K are subgroup of G with the order of H equal to 12, order of K equal to 16. Then H intersection K equal to identity. H intersection K not equal to E. H intersection K is abelian. H intersection K is non-abelian. Option A true ആണെങ്കിൽ B false ആണല്ലേ? Equal to identity, not equal to identity. അതുപോലെ C true ആണെങ്കിൽ D false ആണ്. D true ആണെങ്കിൽ C false ആണ്. അപ്പം നമുക്ക് തന്നിട്ടുള്ളത് എന്തൊക്കെയാണ്? ഓർഡർ ഓഫ് G equal to 96 തന്നിട്ടുണ്ട്. ഓർഡർ ഓഫ് H 12 ആണ്. ഓർഡർ ഓഫ് K 16 ആണ്. G be a group with the order of G equal to 96. G എങ്ങനെ വേണമെങ്കിലും ഉള്ള ഒരു ഗ്രൂപ്പ് ആയിരിക്കാം. അബിലിയൻ ആണോ അല്ലയോ എന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് ലെറ്റ് G be അബിലിയൻ എന്ന് എടുക്കാം. G ഒരു അബിലിയൻ ഗ്രൂപ്പ് ആണെന്ന് കൺസിഡർ ചെയ്യുക. അബിലിയൻ ഗ്രൂപ്പ് ആണെങ്കിൽ എച്ചും കെയും സബ് ഗ്രൂപ്പ് ഓഫ് G ആണ്. ജിയുടെ സബ് ഗ്രൂപ്പ് ആണ് എച്ചും കെയും. അപ്പോൾ
ജി അബിലിയൻ ആണ്. അതുകൊണ്ട് അബിലിയൻ ആണെങ്കിൽ എന്താ, കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും. എ ബി ഈക്വൽ ടു ബി എ ആയിരിക്കും അല്ലേ. അതായത് ലെഫ്റ്റ് കോസറ്റും റൈറ്റ് കോസറ്റും ഈക്വൽ ആയിരിക്കും. അതെന്താ, നോർമൽ സബ് ഗ്രൂപ്പ്. എച്ചും കെയും ഒപ്പം നോർമൽ സബ് ഗ്രൂപ്പ് ഓഫ് ജി ആയിരിക്കും. എച്ച് കെ ബി നോർമൽ സബ് ഗ്രൂപ്പ് ഓഫ് ജി ആണ്. ഇനി നമുക്ക് ആദ്യത്തെ കണ്ടീഷൻ എടുത്ത് നോക്കാം. എച്ച് ഇന്റർസെക്ഷൻ കെ ഈക്വൽ ടു ഐഡന്റിറ്റി എന്ന് നമ്മൾ അസ്യൂം ചെയ്തു. സപ്പോസ് എച്ച് ഇന്റർസെക്ഷൻ കെ ഈസ് ഐഡന്റിറ്റി. ദെൻ ഓർഡർ ഓഫ് എച്ച് ഇന്റർസെക്ഷൻ കെ എന്ത് വരും? ഓർഡർ ഓഫ് എച്ച് കെ. ഓർഡർ ഓഫ് എച്ച് കെ ഈക്വൽ ടു ഓർഡർ ഓഫ് എച്ച് ഇൻറ്റു ഓർഡർ ഓഫ് കെ ഡിവൈഡഡ് ബൈ ഓർഡർ ഓഫ് എച്ച് ഇന്റർസെക്ഷൻ കെ ആണ്. ഓർഡർ ഓഫ് എച്ച് കെ എന്ന് പറഞ്ഞാൽ ഇതാണ് ഇക്വേഷൻ. ഓർഡർ ഓഫ് എച്ച് ഇൻറ്റു ഓർഡർ ഓഫ് കെ ഡിവൈഡഡ് ബൈ ഓർഡർ ഓഫ് എച്ച് ഇന്റർസെക്ഷൻ കെ. ഓർഡർ ഓഫ് എച്ച് അറിയാലോ, 12. ഓർഡർ ഓഫ് കെയോ 16. ഓർഡർ ഓഫ് എച്ച് ഇന്റർസെക്ഷൻ കെ. എച്ച് ഇന്റർസെക്ഷൻ കെ ഐഡന്റിറ്റി ആണെന്നാണ് അസ്യൂം ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഓർഡർ എന്താണ്? 1 ഈക്വൽ ടു 192 കിട്ടും. ഓർഡർ ഓഫ് എച്ച് കെ ഈക്വൽ ടു 192. ഇത് ഗ്രേറ്റർ ദാൻ 96 ആണ്. ഓർഡർ ഓഫ് എച്ച് കെ. എച്ച് കെ എന്താ, സബ് ഗ്രൂപ്പ് ഓഫ് ജി ആണ്. ഒരു സബ് ഗ്രൂപ്പിന്റെ ഓർഡർ ജിയുടെ ഓർഡറിനേക്കാൾ ചെറുതായിരിക്കും. ഇവിടെ സബ് ഗ്രൂപ്പിന്റെ ഓർഡർ എന്താ കിട്ടി? 192. ഗ്രൂപ്പിന്റെ ഓർഡർ 96 ഉള്ളൂ. സബ് ഗ്രൂപ്പിന്റെ ഓർഡർ 192 കിട്ടി. തെറ്റല്ലേ? ഓപ്ഷൻ എ നമുക്ക് റിമൂവ് ചെയ്യാം. കോൺട്രഡിക്ഷൻ വന്നു, ഓപ്ഷൻ എ റിമൂവ് ചെയ്തു. ഓപ്ഷൻ എ റിമൂവ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഓപ്ഷൻ ബി ട്രൂ ആയിരിക്കും അല്ലേ. എച്ച് ഇന്റർസെക്ഷൻ കെ നോട്ട് ഈക്വൽ ടു ഐഡന്റിറ്റി ആണ്. ഇനി എച്ച് ഇന്റർസെക്ഷൻ കെ ഈസ് അബിലിയൻ ഓർ നോൺ അബിലിയൻ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. എച്ച് ഇന്റർസെക്ഷൻ കെ സബ് ഗ്രൂപ്പ് ഓഫ് എച്ച് ആണല്ലോ. എച്ച് ഇന്റർസെക്ഷൻ കെ സബ് ഗ്രൂപ്പ് ഓഫ് എച്ച് ആണ്, കെ ആണ്, ജി ആണ്. എവറി സബ് ഗ്രൂപ്പ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് എവറി സബ് ഗ്രൂപ്പ് ഈസ് എഗെയിൻ എ സബ് ഗ്രൂപ്പ് ഓഫ് ജി ആണ്. ഇന്റർസെക്ഷൻ ഓഫ് സബ് ഗ്രൂപ്പ്. സബ് ഗ്രൂപ്പുകളുടെ ഇന്റർസെക്ഷൻ വീണ്ടും ഒരു സബ് ഗ്രൂപ്പ് ആയിരിക്കും. സബ് ഗ്രൂപ്പുകളുടെ ഇന്റർസെക്ഷൻ വീണ്ടും ഒരു സബ് ഗ്രൂപ്പ് ആയിരിക്കും. എച്ച് ഇന്റർസെക്ഷൻ കെ ലെസ് ദാൻ എച്ച് ആണ്, എച്ച് ഇന്റർസെക്ഷൻ കെ ലെസ് ദാൻ കെ ആണ്, എച്ച് ഇന്റർസെക്ഷൻ കെ ലെസ് ദാൻ ജി ആണ്. ഒരു റിസൾട്ടും കൂടെ ഉണ്ട്. ഓർഡർ ഓഫ് സബ് ഗ്രൂപ്പ് ഡിവൈഡ്സ് ഓർഡർ ഓഫ് ദ ഗ്രൂപ്പ്. സബ് ഗ്രൂപ്പിന്റെ ഓർഡർ ഗ്രൂപ്പിന്റെ ഓർഡറിനെ ഡിവൈഡ് ചെയ്യും. ഓർഡർ ഓഫ് എ സബ് ഗ്രൂപ്പ് ഡിവൈഡ്സ് ഓർഡർ ഓഫ് ദ ഗ്രൂപ്പ്. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യാം. ഓർഡർ ഓഫ് എച്ച് ഇന്റർസെക്ഷൻ കെ. എച്ച് ഇന്റർസെക്ഷൻ കെ ഡിവൈഡ്സ് ഓർഡർ ഓഫ് എച്ച് ആണല്ലോ. എച്ച് ഇന്റർസെക്ഷൻ കെ ഈസ് എ സബ് ഗ്രൂപ്പ് ഓഫ് എച്ച് ആണ്. ഓർഡർ ഓഫ് സബ് ഗ്രൂപ്പ് ഡിവൈഡ്സ് ഓർഡർ ഓഫ് ദ ഗ്രൂപ്പ്. ഓർഡർ ഓഫ് എച്ച് ഇന്റർസെക്ഷൻ കെ ഡിവൈഡ്സ് ഓർഡർ ഓഫ് എച്ച്. ഓർഡർ ഓഫ് എച്ച് ഇന്റർസെക്ഷൻ കെ ഡിവൈഡ്സ് ഓർഡർ ഓഫ് കെ. ഓർഡർ ഓഫ് എച്ച് ഇന്റർസെക്ഷൻ കെ ഡിവൈഡ്സ് ഓർഡർ ഓഫ് ജി. അതായത് ഓർഡർ ഓഫ് എച്ച് ഇന്റർസെക്ഷൻ കെ ഡിവൈഡ്സ് ഓർഡർ ഓഫ് എച്ച്, ഓർഡർ ഓഫ് കെ, ഓർഡർ ഓഫ് ജി. ഓർഡർ ഓഫ് എച്ച് എന്താ? 12 ആണ്. ഓർഡർ ഓഫ് കെയോ 16. ഓർഡർ ഓഫ് ജി 96. അതായത് ഓർഡർ ഓഫ് എച്ച് ഇന്റർസെക്ഷൻ കെ ഡിവൈഡ്സ് 12, 16, 19. അത് ഏതൊക്കെ നമ്പേഴ്സാ? 1 വരാം, 2 വരാം, 4 വരാം. വേറെ ഏതെങ്കിലും ഉണ്ടോ? 6 വരില്ല. 6 16നെ ഡിവൈഡ് ചെയ്യില്ല. 8 വരില്ല അല്ലേ. ഈ 3 എണ്ണം ഉള്ളൂ. ഓർഡർ ഓഫ് എച്ച് ഇന്റർസെക്ഷൻ കെ ഡിവൈഡ്സ് 1, 2 or 4. ഇനി 1 വരാൻ പറ്റുമോ? എച്ച് ഇന്റർസെക്ഷൻ കെ നോട്ട് ഈക്വൽ ടു ഐഡന്റിറ്റി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് 1 വരില്ല. എച്ച് ഇന്റർസെക്ഷൻ കെ നോട്ട് ഈക്വൽ ടു ഐഡന്റിറ്റി ആണ്, 1 വരില്ല. പിന്നെ 2ഉം 4ഉം ആണ് ഉള്ളത്. ഓർഡർ ഓഫ് എച്ച് ഇന്റർസെക്ഷൻ കെ 2 എടുത്തു കഴിഞ്ഞാൽ ഓർഡർ 2 ആണെങ്കിൽ എന്താ? സൈക്ലിക് ആയിരിക്കും. സൈക്ലിക് ആണെങ്കിൽ അബിലിയൻ ആയിരിക്കും. 4 എടുത്താലോ? 4 എടുത്തു കഴിഞ്ഞാൽ ഗ്രൂപ്പുകൾ ഏതൊക്കെ വരാം? ഓർഡർ 4 ഉള്ള ഗ്രൂപ്പ് Z4 വരാം, K4 വരാം. വേറെ ഉണ്ടോ? വേറെ ഇല്ല. ഓർഡർ 4 ഉള്ള 2 ഗ്രൂപ്പുകളുള്ള Z4ഉം K4ഉം. Z4ഉം K4ഉം അബിലിയൻ ആണ്. K4 അബിലിയൻ ആണ്, നോട്ട് സൈക്ലിക് ആണ്. Z4ഉം അബിലിയൻ ഗ്രൂപ്പാണ്. അതായത് ഏതെടുത്താലും നമുക്ക് അബിലിയൻ ഗ്രൂപ്പ് കിട്ടും. എച്ച് ഇന്റർസെക്ഷൻ കെ അബിലിയൻ ആണെന്ന് കിട്ടും. ഓപ്ഷൻ സി ട്രൂ ആണ്, ഓപ്ഷൻ ഡി ഫോൾസ് ആണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏതൊക്കെ ഒരു ഓപ്ഷൻ ബിയും സിയും. നെക്സ്റ്റ് വൺ, the number of group homomorphism from Z10 to Z20 is. Number of group homomorphism. Number of group homomorphism എന്താ? GCD of
mn ആണ്. GCD of mn. GCD of 10, 20. ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ എന്താ? 10. ഓപ്ഷൻ ഡി. സിമ്പിൾ ആണല്ലേ? ഇനി അത് ഏതൊക്കെയാണെന്ന് നമുക്ക് വേണമെങ്കിൽ നോക്കാം. എഫ് ഫ്രം Z10 to Z20 ആണ്. Z20യിലെ എലമെന്റ്സ് ഏത് വരും? 0 മുതൽ 19 വരെ വരും. അപ്പോൾ Z10ൽ നിന്ന് Z20യിലേക്കാണ്. 10x congruent to 0 mod 20. ഇതിൻ്റെ അകത്ത് എക്സിന് എടുക്കാവുന്ന വാല്യൂസ്, എക്സിന് Z20യിലെ കോഡൊമൈനിൽ എത്ര വാല്യൂസ് ഉണ്ട് അത്രയും വാല്യൂ എക്സിന് അസ്യൂം ചെയ്യാം. അതായത് x equal to 0. x equal to 0 വരുമ്പോൾ എന്ത് വരും? 0 congruent to 0 mod 20. x equal to 1 വരുമ്പോഴോ? x equal to 1 വരുമ്പോൾ 10 congruent to 0 mod 20. അതായത് 10 equal to multiple of 20 എന്ന് വരും. അത് ട്രൂ ആണോ? അല്ല. 10 not congruent to 0 mod 20 ആണ്. x equal to 1 എടുക്കാൻ പറ്റില്ല. x equal to 2 എടുത്താലോ? 10 into 2. 20 congruent to 0 mod 20. x equal to 3 എടുക്കുമ്പോൾ 30 congruent to 0 mod 20. വരുമോ? വരില്ല. x equal to 4 എടുക്കുമ്പോൾ 40 congruent to 0 mod 20. അങ്ങനെ പോകും. അതായത് 0, 2, 4, 6, 8, 10 അങ്ങനെ ഈവൻ നമ്പേഴ്സിൽ മാത്രം കോൺഗ്രൻസ് സാറ്റിസ്ഫൈ ചെയ്യും. ഓഡ് നമ്പേഴ്സിൽ സാറ്റിസ്ഫൈ ചെയ്യില്ല. അതായത് എത്ര എണ്ണം ഉണ്ട്? 10 എണ്ണം. 10 ഹോമോമോർഫിസം ഉണ്ട്. 3 + 3 6, 6 + 3 9 + 1 10 ഹോമോമോർഫിസം ഉണ്ട്. അതാണ് GCD of mn. നെക്സ്റ്റ് വൺ, let f of x equal to x raised to 5 minus 5x plus 2. Then f has no real root. F has exactly one real root. F has exactly 3 real root. All roots of f are real. f of x equal to x raised to 5 minus 5x plus 2. കാണുമ്പോൾ തന്നെ അറിയാം എഫ് ഹാസ് നോ റിയൽ റൂട്ട് വരുമോ? ഇല്ല. ഒരു റിയൽ റൂട്ട് എങ്കിലും എന്തായാലും കാണും. കാരണം ഒരു കോംപ്ലക്സ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കോംപ്ലിമെൻ്റ് കൂടി വരും അല്ലേ? കോംപ്ലക്സ് റൂട്ടുകൾ പെയറായിട്ടേ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ രണ്ടും 4 കോംപ്ലക്സ് റൂട്ട് വരാം, ഒരു റിയൽ റൂട്ട് വരാം. എങ്ങനെ പോയാലും ഒരു റിയൽ റൂട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ ഓപ്ഷൻ എ നമുക്ക് കാണുമ്പോൾ തന്നെ റിമൂവ് ചെയ്യാം. പിന്നെ നമ്മൾ റൂട്ടിൻ്റെ നമ്പർ ഓഫ് റൂട്ട് ചെക്ക് ചെയ്യുന്നത് ഡിസ്കാർഡ്സ് റൂൾ ഓഫ് സൈൻ വെച്ചിട്ടാണ്. എങ്ങനെയാണെന്ന് നോക്കാം. f of x equal to x raised to 5 minus 5x plus 2 ആണ്. ഇതിൻ്റെ അകത്തെ സൈൻ ചേഞ്ച് ആദ്യം പോസിറ്റീവ് ആണ്, പിന്നെ നെഗറ്റീവ് ആണ്, പിന്നെ പോസിറ്റീവ് ആണ്. പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് വന്നു, ഒരു സൈൻ ചേഞ്ച്. നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് വന്നു, 2 സൈൻ ചേഞ്ച്. അപ്പോൾ 2 പോസിറ്റീവ് റിയൽ റൂട്ട് ഉണ്ടായിരിക്കും ഇത്. ഇനി എഫ് ഓഫ് മൈനസ് എക്സ് നോക്കാം. എഫ് ഓഫ് മൈനസ് എക്സോ? മൈനസ് എക്സ് റേസ് ടു 5 മൈനസ് 5 ഇൻറ്റു -1 പ്ലസ് 5x പ്ലസ് 2. എഫ് ഓഫ് മൈനസ് എക്സിൽ എത്ര സൈൻ ചേഞ്ച് ഉണ്ട്? നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവായി, പോസിറ്റീവിൽ നിന്ന് പോസിറ്റീവ്, ഒരു സൈൻ ചേഞ്ചേ ഉള്ളൂ. 1 നെഗറ്റീവ് റിയൽ റൂട്ട് ഉണ്ട്. അപ്പോൾ ടോട്ടൽ എത്ര റൂട്ടാ? 2 + 1 3 റിയൽ റൂട്ട് ഉണ്ട്. ഓപ്ഷൻ സി. Then next, let f of x belongs to zx be a monic polynomial. Then the root of f of z can belongs to z, always belongs to r bar q union z, always belongs to c bar q union z, can belong to q bar z. ഒരു റിസൾട്ട് ഉണ്ട്. Suppose alpha is a rational root of a monic polynomial over z, then alpha belongs to z. ആൽഫ ഒരു റാഷണൽ റൂട്ടാണ്, ഒരു മോണിക് പോളിനോമിയലിൻ്റെ റാഷണൽ റൂട്ടാണ് ആൽഫ എങ്കിൽ ആൽഫ ഇൻറ്റിജർ ആയിരിക്കും. അതായത് 1/2 1/3 ആ ഒരു ഫോമിലൊന്നും വരില്ല, 2 3 ആ ഒരു ഫോമിലേ വരുള്ളൂ. ആൽഫ ഇൻറ്റിജർ ആയിരിക്കും. അപ്പോൾ എന്ത് പറയാം? ക്യാൻ ബിലോങ്സ് ടു z. ആൽഫ ഇൻറ്റിജർ ആവാം അല്ലേ? ക്യാൻ ബിലോങ്സ് ടു z. ഓപ്ഷൻ എ ട്രൂ ആണ്, ഓപ്ഷൻ ഡി ഫോൾസ് ആണ്. ദെൻ അടുത്തത് എന്താ? ഓൾവേസ് ബിലോങ്സ് ടു ആർ ബാർ ക്യൂ യൂണിയൻ ഇസഡ്. ഇത് ഒരു കൗണ്ടർ എക്സാമ്പിൾ വെച്ച് നോക്കാം.
എക്സ് സ്ക്വയർ പ്ലസ് 1 ബിലോങ്സ് ടു ഇസഡ് എക്സ്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു മോണിക് പോളിനോമിയലാണ്. എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 1 ആണ്. മോണിക് പോളിനോമിയലാണ്. ഇസഡ് എക്സിലെ മെമ്പറാണ് അല്ലേ. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 1 ഈക്വൽ ടു 0, എക്സ് സ്ക്വയർ ഈക്വൽ ടു -1, എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് i എന്ന് കിട്ടും. ഓൾവേസ് ബിലോങ്സ് ടു ആർ ബാർ ക്യൂ യൂണിയൻ ഇസഡ്. ആർ ബാർ ക്യൂ റിയൽ നമ്പറിൽ നിന്ന് റാഷണൽസ് കുറച്ചു. അപ്പോൾ എന്താണ് ഇറാഷണൽ. ഇറാഷണൽ യൂണിയൻ ഇസഡ്. ഇറാഷണലിലോ ഇൻറ്റിജറിലോ വരാം. ഓൾവേസ് ബിലോങ്സ് ടു ഇറാഷണൽ ഓർ ഇൻറ്റിജർ എന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷെ നമുക്ക് കിട്ടി കോംപ്ലക്സ്. അപ്പോൾ എന്താണ് ഓപ്ഷൻ ബി ഫോൾസ് ആണ്, ഓപ്ഷൻ സി ട്രൂ ആണ്. അപ്പോൾ ഓപ്ഷൻസ് എ ആൻഡ് സി.